അവിക് ബണ്ണ വരച്ചു കഴിഞ്ഞു മോനെ. അവിക് ബണ്ണ, അവിക്, അവിക് ബണ്ണ എവിടെ പോയി? അവിക് ബണ്ണ, അവിക്, അവിക് ബണ്ണ, അവിക്, അവിക് ബണ്ണ, അവിക് ബണ്ണ ഇവനിത് എവിടെ പോയി? അവിക്. എന്റെ അഭിപ്രായത്തിൽ ആ ഇൻവെസ്റ്ററുടെ വിശ്വസ്തതയിൽ എന്തോ ഒരു പന്തികേടുണ്ട്. വ്യാജ ഒപ്പിട്ട് പൈസ എന്തായാലും എടുത്തു കഴിഞ്ഞു. ഇനി ഈ കാര്യം എങ്ങാനും മഹാറാണിയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ഇടയായി നമ്മുടെ റാണിയമ്മയുടെ ശ്രദ്ധ മുഴുവനും രാജസിംഹാസനത്തിന് പകരം കളിപ്പാട്ടങ്ങളിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. കുറെ നാളുകൾക്ക് ശേഷം ഇന്നാണ് അവക്കിനെ ഇത്ര സന്തോഷത്തോടെ കാണുന്നത്. ഇതാ നോക്ക്, ഈ ഗെയിം നീ ജയിച്ചു. അത് കാരണം ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാം. ഈ കാർ സമീറിന്റെ വകയായി എന്റെ രാജകുമാരന്. എടുത്തോ. എനിക്കും സമീറിനും ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് സമീർ അവിക്കിനെ സന്തോഷിപ്പിച്ചു, ചിരിപ്പിച്ചു. ശരി, മഹാറാണി ഇക്കാര്യം അറിഞ്ഞില്ല എന്ന് തന്നെ വെച്ചോ. പക്ഷേ ഇതിലെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാ, സാനിറ്റൈസറിന് പകരം നമ്മൾ മദ്യമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് എങ്ങനെ അറിഞ്ഞാൽ? എന്താ നീ എല്ലാരും പേടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക? നിന്റെ ഈ വാ തുറന്ന ഒരു നല്ല കാര്യങ്ങളും പുറത്തു വരില്ലല്ലോ. ഇപ്പൊ നീ തന്നെ കണ്ടതല്ലേ റാണി അബിയുടെ ബിസിയാണെന്നുള്ള കാര്യം. ഓ, നിങ്ങളുടെ ഒരു കാര്യം നമ്മൾ ഇതും കൂടെ ചിന്തിക്കണ്ടേ? കാരണം ആ അവിക്കിന്റെ ചുമതല ഇപ്പോ റോസിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനിപ്പോ എന്താ? അത് ആ പറഞ്ഞത് ശരി തന്നെയാണ്. ഉത്തരവാദിത്തങ്ങൾ അത് ആ റോജയുടേതാണ്. ഇപ്പോഴാണെങ്കിൽ ഞാനും ആഗ്രഹിക്കുന്ന അത് തന്നെയാണ്. ഒരു പഴഞ്ചൊല്ല് നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ, കണ്ണൊന്ന് തെറ്റി പഴവും കൊണ്ട് കാക്ക പോയി എന്ന് വെച്ചാൽ അതായത് നമ്മുടെ രാജകുമാരൻ അവേക് ഇപ്പോഴും ട്രോമയിലാണുള്ളത്. അപ്പോ അവന്റെ ട്രോമ അങ്ങനെ വളർന്ന് വലുതായി വരുമ്പോൾ അങ്ങനെ തന്നെ റാണിയമ്മയ്ക്ക് ആ റോജയിലുള്ള വിശ്വാസവും തകർന്ന് ഇല്ലാതായിക്കൊള്ളും. വാവ്, മനോഹരമായ മാസ്റ്റർ പ്ലാൻ, ഗംഭീരം. ഞാൻ ആ കൊച്ചിന്റെ പ്രായം മാത്രം ഓർത്തുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് മിണ്ടാതിരുന്നത്. പക്ഷെ ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. അവൾ ആരാണെന്ന് അവളെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. അവിക്, നിനക്കൊരു കാര്യം അറിയോ? നക്ഷത്രങ്ങളിലെ ഏറ്റവും സ്നേഹമുള്ള നക്ഷത്രം ഏതാ? ധ്രുവ നക്ഷത്ര. ഈ ധ്രുവ നക്ഷത്രം ഉണ്ടല്ലോ, നിന്നെ പോലെ ഒരു രാജകുമാരൻ തന്നെയാ. ഒരു ദിവസം കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അരമനയിൽ ഒളിച്ചിരുന്നു. എല്ലാവരും കാണാതെ വല്ലാതെ വിഷമിച്ചു. അതുകൊണ്ട് ആഹാ, ഈ കാറ് നല്ല ഭംഗിയുണ്ടല്ലോ. എനിക്കും കൂടെ ഒന്ന് തരുമോ? നോക്കട്ടെ. ആ ശരി ശരി, സാരമില്ല. ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയേ? ആ ധ്രുവ ഉണ്ടല്ലോ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എനിക്കൊരു സ്ഥിരമായ സ്ഥലം കാണിച്ചു തരൂ. പിന്നെ അവിടെ നിന്ന് ആരും എന്നെ അനക്കാനും പാടില്ല. അപ്പൊ ദൈവം ഏതെന്നറിയോ? അവനൊരു നക്ഷത്രാക്കി മാറ്റി. അവിക്, ഉറക്കം വരുന്നുണ്ടോ?
അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കഥ നിർത്താം, എന്നിട്ട് കിടന്നുറങ്ങാം. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്, വാ വാ. ഇതിങ്ങനെ നനഞ്ഞ് ഇതെങ്ങനെയാ നനഞ്ഞ്? ആ പോട്ടെ, എന്നാലും താഴെ കിടന്നുറങ്ങാം. ബാക്കി കാര്യം രാവിലെ നോക്കാം. ചേച്ചി നിന്റെ അടുത്ത് കിടക്കണമെന്നോ? ആയിക്കോട്ടെ, ഇന്ന് റോജ ചേച്ചി അവിക്കിന്റെ കൂടെ കിടന്നുറങ്ങാൻ പോകുന്നേ. കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ നിനക്ക്? നാളെ കണ്ടോ ഇനി എങ്ങനെയാണ് നിന്റെ കഥ മാറ്റി എഴുതാൻ പോകുന്നത് ഈ മോഹിനി എന്ന്. ഇതൊരു ദുസ്വപ്നം മാത്രമാവട്ടെ. വെള്ളം എന്താ ഇതില് വെള്ളമില്ലല്ലോ. കിച്ചണിൽ ചെന്ന് വെള്ളം എടുത്തോണ്ട് വരാം. എനിക്ക് എന്റെ തന്നെ കണ്ണു കിട്ടാതിരുന്നാ മതി. ഈ വലിയ അരമനയില് വെള്ളം എടുത്തോണ്ട് വരാൻ പോലും 1 കിലോമീറ്റർ നടക്കണം എന്നാ തോന്നുന്നേ. ഭൂതത്തിനെ പിടിക്കാൻ വന്ന ഭൂതത്തിനെ. പ്രേതോ? ഈ കൊട്ടാരത്തില് പ്രേതമൊക്കെ ഉണ്ടോ? നിനക്ക് പ്രേതത്തെ പേടിയൊന്നുമില്ലേ? എടി കഴുതേ, ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ. പിന്നെ റോയൽസ് ഒരിക്കലും ഒന്നിനെയും പേടിക്കാറില്ല. നിനക്കൊരു കാര്യം അറിയോ? മൂങ്ങകൾക്കില്ലേ രാത്രിയൊക്കെ നല്ലോണം കണ്ണു കാണും. അത് ഇര തേടി ഇങ്ങനെ പറന്നു വരും. അപ്പൊ അതിന്റെ എതിരെ നിൽക്കുന്ന ആള് സാധാരണക്കാരനാണോ റോയലാണെന്നൊന്നും അതിനറിയില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു സാധനത്തിൽ പേടിയൊന്നുമില്ല. എന്തോ കാറ്റടിച്ചണങ്ങിയതാ അത്. അത് ശരി. സോ മിസ്റ്റർ റോയൽ, എല്ലാവരുടെയും മനസ്സിൽ പേടിയുണ്ട്. പക്ഷെ ഡിഫറൻസ് എന്താന്ന് വെച്ചാല് ചിലരത് പുറത്തു കാണിക്കും, ചിലരത് മറച്ചു പിടിക്കും. എന്നെ കളിയാക്കാൻ നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലേ?
അത് ശരിയാ, എനിക്ക് കളിയാക്കുന്നത് ഭയങ്കര ഇഷ്ടാണ്. പക്ഷെ അവരുടെ മുഖം, മൂങ്ങയുണ്ടല്ലോ മൂങ്ങ, അതുപോലെ തന്നെ ഉണ്ടാവണം. എക്സാമ്പിൾ യു. പക്ഷെ നീ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം മൂങ്ങയുണ്ടല്ലോ നിന്നെ അറ്റാക്ക് ചെയ്യരുത്. നിനക്കിപ്പം ഞാനൊരു കാര്യം പറയാം. ഞാൻ ആരാ നിന്നെ കാണിച്ചു തരാം. ഇതിൽ വേട്ടക്കാരൻ ആരാന്നോ? പേടിത്തൊണ്ടൻ.